ലക്ഷ്മി യോഗം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് ധനം വേണം. ധനശേഖരം തന്നെ വേണ്ടിവരും. ഒരാളുടെ ആയുസ് വരെ ജീവിക്കാൻ ഒരുപാട് ധന ശേഖരണം വേണ്ടിവരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പം മനുഷ്യനെ ജനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഘടകമായ ധനത്തെയും കൂടി പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അവരെ സൃഷ്ടിക്കുന്നത്. പിന്നെ ഇത്ര കാലം വരെ ജീവിക്കണം, അല്ല ഇന്ന സമയങ്ങളൊക്കെ ജീവിക്കണമെങ്കിൽ ഇന്നതുപോലെയൊക്കെ ചില സന്ദർഭങ്ങളൊക്കെ ധനങ്ങളൊക്കെ വന്നു ചേർന്നാലല്ലേ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ധനവും അതേപോലെ തന്നെ ആ ജാതകൻ്റെ പിന്നാലെ എത്ര കണ്ടുവരണം എന്നതിനുള്ള ഒരു നിശ്ചയമായ ക്രമമുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് ശുക്രൻ, വ്യാഴൻ തുടങ്ങിയ ധനഗ്രഹങ്ങളാണ്. ബുധനും പ്രധാന പങ്കുണ്ട്. ഇതൊന്നും കൂടാണ്ട് തന്നെ സ്ഥാനത്ത് നിൽക്കുന്ന ഏത് ഗ്രഹമായാലും, അത് പാപഗ്രഹമായാലും അവർക്കും കൂടി നമുക്ക് ധനം തരേണ്ടതിൻ്റെ ബാധ്യതയുണ്ട്. അപ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും റോളുള്ള ഒരു സംഭവമാണ്. 2ാം ഭാവസ്ഥിതി വന്നാലും 11ാം ഭാവസ്ഥിതി വന്നാലും ജാതകന് ഗ്രഹനിലയിൽ പറഞ്ഞ പ്രകാരം ധനം കൊടുക്കുക എന്നത് അത് കൊടുത്തേ പറ്റൂ. അത് എങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അതിൽ അങ്ങനെ പ്രധാനമുള്ള ലക്ഷ്മി യോഗങ്ങൾ അങ്ങനെ പലരുടെയും ജാതകത്തിൽ ഉണ്ടാവും. ഭാഗ്യാധിപൻ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ സ്ഥിതി ചെയ്യുകയും ആ രാശി ലഗ്നാൽ കേന്ദ്ര രാശിയായി വരികയും ലഗ്നാധിപന് ബലം ഉണ്ടാവുകയും ചെയ്താൽ ലക്ഷ്മി യോഗം സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഈ യോഗത്തിൽ ജനിക്കുന്നവർ ധാരാളം ഭൂസ്വത്തുള്ളവരും അല്ലെങ്കിൽ നാടുവാഴിയായും വിദ്യാസമ്പന്നനും പ്രഭുക്കന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും രാജതുല്യനായും നല്ല കളത്രപുത്രാദികളെ കൊണ്ട് സുഖജീവിതം നയിക്കുന്നവനുമാകും. അതെ, ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫലം? എങ്ങനെ ആയാലല്ലേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ഈ പറയുന്ന ധനഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ നല്ല പൊസിഷനിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാലങ്ങളോളം ജീവിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടും. അങ്ങനെയാണത്. അത് മുജമ്മ സുഹൃതം എന്നോ ഈ കർമ്മഫലം എന്നോ എന്തൊക്കെ പറയുന്നു. എന്തായാലും ഗ്രഹനിലയിലെ നല്ല പൊസിഷനിലാണ് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ജാതകന് ധനം ലഭിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ലക്ഷ്മി യോഗം. ഇതിപ്പോൾ ജാതി മതം ഒന്നും ഇതിനൊന്നും വിഷയമല്ല. ഭൂമിയിൽ ഒരു സൃഷ്ടി സംഭവിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കും. കാരണം നവഗ്രഹങ്ങളൊന്നും ഒരു മതത്തിനോ ജാതിക്കോ ഒരു വർഗത്തിനോ ഒന്നും അടിസ്ഥാനമായിട്ടല്ല അവ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ ആ സൃഷ്ടിക്ക് അനുസരിച്ച് ഇത് ഫലം ചെയ്യും. നന്ദി, നമസ്കാരം.